കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കേരള PSCയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ഇൻകം ടാക്സ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാമത്തെ മൊഡ്യൂളിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന 10 മാർക്കിനുള്ള മൊഡ്യൂളിലെ ആദ്യ പാർട്ടാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം എന്താണ് ഇൻകം ടാക്സ്? വാട്ട് ഈസ് ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് ഈസ് ഡയറക്റ്റ് ടാക്സ്. ഓർക്കേണ്ട ഒരു പോയിന്റ്, ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. GST പോലുള്ള ടാക്സുകൾ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് ലെവി ചെയ്യുന്നതാണ്. ആ ടാക്സ് ലയബിലിറ്റി മറ്റൊരാളുടെ പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. GST ആണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആവുന്നത് സപ്ലയർക്കുള്ള ബേർഡൻ കസ്റ്റമർക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ് ടാക്സായി മാറുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഈസ് ഡയറക്റ്റ് ടാക്സ് by the central government on individuals and entities based on income or profit. മറ്റൊന്ന്, it is charged on every financial year starting from 1st April to 31st March. പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയറിലാണ് ഇൻകം കണക്കാക്കാറ്. ഇപ്പോൾ ഈ വർഷത്തെ അസസ്മെൻറ്റ് ഇയർ 2025-26 ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻകമാണ് ഈ അസസ്മെൻറ്റ് ഇയറിൽ കണക്കാക്കുക. അടുത്തത് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1860 സർ ജെയിംസ് വിൽസൺ ആണ്. പല എക്സാമിനും കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. 1860 സർ ജെയിംസ് വിൽസൺ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കൊണ്ട് അന്ന് രാജ്യത്തിന് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡാണ്. അന്ന് ഉണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഫണ്ട് സോഴ്സ് ആയിട്ടായിരുന്നു 1860 സർ ജെയിംസ് വിൽസൺ ഇൻകം ടാക്സ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. നിലവിലുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അത് വരുന്നത് ഇൻകം ടാക്സ് ആക്ട് 1922 റീപ്ലേസ് ചെയ്തിട്ടാണ് നിലവിലുള്ള ആക്ട് 1961 നിലനിൽക്കുന്നത്. അപ്പോൾ കറൻറ്റ് ഇൻകം ടാക്സ് ലോ എന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അത് റീപ്ലേസ് ചെയ്തത് ഇൻകം ടാക്സ് ആക്ട് 1922. ഇൻകം ടാക്സ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1860 നിലവിലുള്ള ആക്ട് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. 61 ആക്ട് പറ്റി നോക്കുകയാണെങ്കിൽ 1st April 1962 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. എനാക്റ്റഡ് ഓൺ 1st April 1962. ഈ 1961 ആക്ടിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ, അസസ്മെൻറ്റ്, കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് ഇൻകം ടാക്സ്. 298 സെഷനുകളും 21 ചാപ്റ്ററുകളായിട്ട് 1961 ആക്ടിനെ തരംതിരിച്ചിട്ടുണ്ട്. 1961 ആക്ട് ഇന്ത്യയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും അപ്ലിക്കബിൾ ആണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻകം ടാക്സ്. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ ലെവി, കളക്ട് ആൻഡ് മാനേജ് ഇൻകം ടാക്സ് എഫിഷ്യൻ്റ്ലി. ഇൻകം ടാക്സ് ചുമത്തലും അതിൻ്റെ കളക്ഷനും അതിൻ്റെ മാനേജ്മെൻറ്റും ഒരു ഒബ്ജക്റ്റീവാണ്. മറ്റൊന്ന് എൻഷ്യൂർ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. GST പോലെയല്ല, GSTയിൽ എല്ലാവർക്കും ഒരേ റേറ്റാണ്. അതിൽ വരുമാനം അധികം ഉള്ളവർക്കും ക്യാഷ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഒരേ റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം അത് പ്രോഗ്രസീവ് ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ചാർജ് റേറ്റ് കൂടാറുണ്ട്. ടു റെഗുലേറ്റ് ദി ടാക്സേഷൻ ഓഫ് ഇൻകം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. വെറും സാലറി ഇൻകം മാത്രമല്ല, വ്യത്യസ്ത സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ എന്താണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സബിൾ ആണ്. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ദി ആക്ട്. എവിടെയെല്ലാം ഈ ആക്ട് അപ്ലിക്കബിൾ ആണ്? ഒന്ന് ഇൻഡിവിജ്വൽസ്, മറ്റൊന്ന് HUF, കമ്പനീസ്, ഫേംസ്, AOP അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് BOI, ലോക്കൽ അതോറിറ്റീസ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് എന്നിങ്ങനെ മേഖലകളിൽ ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആണ്. വെറും ഇൻഡിവിജ്വലിന് മാത്രമല്ല, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള ഒരുപാട് മീനിങ് ഉണ്ട്.
അതായത് HUF, കമ്പനി, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് തുടങ്ങിയ മേഖലയിലെല്ലാം ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആണ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് അണ്ടർ ദി ആക്ട്. ഈ ആക്ട് പ്രകാരമുള്ള ഈ കോൺസെപ്റ്റ് നമുക്ക് സിലബസിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ പാർട്ടാണ്. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്താം. ഇപ്പോൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പ്രീവിയസ് ഇയർ, മറ്റൊന്ന് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസസ് ആണ്. അസസ്മെൻറ്റ് ഇയർ അസസ് ചെയ്യുന്ന ഇയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ. ഈ വർഷം അസസ് ചെയ്യൽ എന്തായിരിക്കും? തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയറിൻ്റെ ഇൻകം ആയിരിക്കും. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ വർഷമാണ് എന്ത്? പ്രീവിയസ് ഇയർ. ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ടു ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാലോ ദ നെക്സ്റ്റ് ഇയർ ടു ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തുടർച്ചയായിട്ട് വരുന്ന വർഷം, അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷം. ദ ഇയർ നെക്സ്റ്റ് ടു ദി പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ടാക്സ് ഈസ് അസസ്ഡ് ആൻഡ് പെയ്ഡ്. മറ്റൊന്ന് അസസ് ആണ്. ഇൻകം ടാക്സ് അസസ് ചെയ്യുന്ന ആളാണ് അസസ്. എ പേഴ്സൺ ഹു ലയബിൾ ടു പേ ടാക്സ് അണ്ടർ ദി ആക്ട് ആണ് എന്ത്? അസസ്. മറ്റൊന്ന് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഴ്സ് ഉണ്ട് പറഞ്ഞിരുന്നു. അതായത് മെയിനായിട്ട് സാലറി, ബിസിനസ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ ഗെയിൻ, ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് അതർ സോഴ്സസ്. നെക്സ്റ്റ് പറയേണ്ട ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പറയേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറാണ്. മെയിനായിട്ട് CBDT. നമ്മളൊരു MC ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു CBDTയെ കുറിച്ച്. പ്രീവിയസ് മുമ്പ് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അതിൽ സൂചിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് CBDT. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സിൻ്റെ ഡയറക്റ്റ് ടാക്സിൻ്റെ ഹയസ്റ്റ് അതോറിറ്റി. CBDT എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിലാണ് CBDT വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ CBDT അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും അത് പറയാം. മറ്റൊന്ന് ഏറ്റവും ലാസ്റ്റ് ഇനി പറയേണ്ടത് അമെൻമെൻറ്റ്സ് ആണ്. അമെൻമെൻറ്റ് നമുക്കറിയാം ഇൻകം ടാക്സിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അത്തരം മാറ്റങ്ങൾ നമ്മൾ എന്ത് പറയും? അമെൻമെൻറ്റ് എന്ന് പറയും. ദ ആക്ട് ഈസ് അമെൻഡഡ് ഫ്രീക്വൻ്റ്ലി യൂഷ്വലി ത്രൂ ദി ഫിനാൻസ് ആക്ട്. ഓരോ വർഷവും ഫിനാൻസ് ആക്ട് പാസ്സാക്കിയിട്ടാണ് എന്ത് ചെയ്യാറ്? അമെൻമെൻറ്റ് വരാറ്. അല്ലാതെ 1961 ആക്ടിന് എന്ത് ചെയ്യാറില്ല? മാറ്റം വരുത്താറില്ല. നിലവിലെ ആക്ട് 1961 ഇൻകം ടാക്സ് ആക്റ്റും അതിലേക്കുള്ള അപ്ഡേഷൻസ് വരാറ് ഫിനാൻസ് ആക്ടിലൂടെയുമാണ്. വർഷാവർഷം ബജറ്റിൻ്റെ കൂടെ വരുന്ന പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഫിനാൻസ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുക? മാറ്റം അപ്ഡേറ്റ് ചെയ്യുക. ദ ആക്ട് ഈസ് അമെൻഡഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി യൂഷ്വലി ത്രൂ ദി ഫിനാൻസ് ആക്ട് പ്രസൻറ്റഡ് ആനുവലി ഇൻ ദി യൂണിയൻ ബജറ്റ്. ഇത്രയാണ് ആദ്യ പാർട്ട് ഉൾപ്പെടുത്തിയതിൻ്റെ MC സീരീസും. അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ക്ലാസ്സിലെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.